ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മുംബൈ കുട്ടികൾസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഗ്രീൻ ലീഫിലേക്ക് പോവാണ്. ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ. അത് കുറച്ച് അലഗ് വൈബൊക്കെയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അവിടേക്ക് പോകുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് ആംബിയൻസ് ഒക്കെ. സോ ഇപ്പം ഞങ്ങൾ പോണത് ഒരു ഡിന്നറിനാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് പ്രത്യുഷട്ടിയും റോഷ്നിയൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ കൂടെയുള്ളൊരു ഡേറ്റാണ്, ചുറ്റാൻ പോകലാണ്. സോ കാണിക്കാം. വന്നിരിക്കുകയാണ്. കുറച്ച് ഷോപ്പിങ്ങിന് എന്തെങ്കിലുമൊക്കെ പുതിയത് വന്നിട്ടോ നോക്കാം. സോ എന്തെങ്കിലും എടുക്കണേ കാണിക്കാം. ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഒരു ഏട്ടന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ മേടിച്ചു, ടീഷർട്ട്. സോ അതിനെ ബില്ലിങ് ചെയ്യാൻ പോവാം. അത് കഴിഞ്ഞിട്ട് പോവാം നമ്മൾ റെസ്റ്റോറൻറ്റിൽ. എൻ്റെ ചേച്ചി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ താഴെ മുകളിലേക്ക് നടന്നു വന്നപ്പോൾ എനിക്ക് വയ്യാണ്ടേ, പിന്നെ എല്ലാം കാണണ്ട. സോ നോക്കാം, നീ കാണിക്കാൻ. ഗ്രീൻ ലീഫ് ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇവിടെയാണ് കേട്ടോ ഇതാ ഗ്രീൻ ലീഫ്. സോ ഒരു ഡെക്കറേഷൻസ് ഞാൻ എല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ വള്ളത്തിലൊക്കെ ഇരുന്നിട്ട് കഴിക്കേണ്ടതാണ്, ഡിഫറെൻ്റ് ആണ്. ആക്ച്വലി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരിപ്പോൾ തരുന്നില്ല. അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാനേജറിനോടൊക്കെ പറയാൻ. സോ ലെറ്റ്സ് സീ ഞങ്ങൾക്ക് തരുന്നോ ഇല്ലേ, എല്ലാം കാര്യങ്ങളും ഞങ്ങൾ പറയാം. ഞങ്ങൾക്ക് ആദ്യം സീറ്റ് തരുന്നുണ്ടായിരുന്നില്ല, നിമിഷം ചകട ചെയ്തിട്ട് മേടിച്ചു. ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ ബുക്ക് ചെയ്തത്. ആക്ച്വലി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാക്കി ഞങ്ങൾ ഇല്ലാത്ത സാധനം വേണം പറഞ്ഞതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ ഇരിക്കുന്നത് മാത്രം വാട്ടർ ചാലുവല്ല, എല്ലാവരും വെള്ളമൊക്കെ പോകുന്നുണ്ട്. ഞങ്ങളതിൽ ചാലുവല്ല, ഐ ഗെസ് ചാലുവൊക്കെ ഉണ്ടാവും, അറിയില്ല. നോക്കാം, ഞങ്ങൾ കാണിക്കാം. ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അത് നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. നിങ്ങൾ ഈ കോൺസെപ്റ്റൊക്കെ കേരളത്തിൽ കണ്ടിട്ടുണ്ടോ, അതോ നിങ്ങൾ പോയിട്ടുണ്ടോ എന്നൊക്കെ ഞങ്ങളോട് പറയും. നിങ്ങൾക്ക് ആംബിയൻസ് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അതൊക്കെ പറഞ്ഞൂലേ ആംബിയൻസിൻ്റെ കാര്യം. പറയാം, ഇതെല്ലാവരും കാണിച്ചോ? ഓക്കെ. സോ ഇത് നമ്മൾ ഫുഡൊക്കെ എന്തൊക്കെ ഓർഡർ ചെയ്യണമെന്നൊക്കെ പറയാം. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഫാമിലീസിൻ്റെ കൂടെയൊക്കെ എൻജോയ് ചെയ്യുക. നിങ്ങളുടെ എന്തൊക്കെയാണ് എൻജോയ്മെൻറ്റ്, നിങ്ങളെങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുക നിങ്ങളുടെ ഫാമിലീസിൻ്റെ കൂടെ, അതൊക്കെ ഞങ്ങളുടെ കൂടെ കമൻറ്റ് ഷെയർ ചെയ്യും. ഞങ്ങൾക്ക് ഐഡിയാസ് തരും, ഓരോന്ന് അങ്ങനെ പോവാനും സെലിബ്രേറ്റ് ചെയ്യാനും ഞങ്ങളുടെ ഫാമിലീസിൻ്റെ കൂടെ. ഇവിടെ ആൾക്കാരെല്ലാം സെലിബ്രേഷനൊക്കെ ചെയ്യാൻ വരാറുണ്ട്, ബർത്ത്ഡേസ് ആൻഡ് ഓളിന്. സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് ഇതൊന്ന് പാക്കാണ്. സോ വീക്ക് ഡേയ്സിൽ വന്നിട്ടുണ്ടെങ്കിലും കൂടെ കുറച്ച് നമുക്ക് ഇങ്ങനെ നല്ലതായിട്ട് കാണിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. മെനു സോ ഞങ്ങൾ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇവിടെ കുറച്ച് ഇങ്ങനെ ക്ലോറിൻ്റെ വാസന വരുന്നത്, വെള്ളമല്ലേ അതുകൊണ്ട്. ബട്ട് എനിക്കിഷ്ടമാണ്, എനിക്ക് ഇങ്ങനെ കളർഫുൾ സ്ഥലമായതുകൊണ്ട് വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. എന്നോട് കമൻറ്റ് ചെയ്യും. ഇവിടെ ഞാനിപ്പോൾ കാണിച്ചത് നമുക്കിങ്ങനെ മുകളിലും സെറ്റിങ്സ് ഉണ്ടാവും. ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ അവിടെ ആട്ടോ ഇരുന്നത്. പിന്നാലെയും സെറ്റിങ്സ് ഉണ്ട്, നോർമൽ. ഇത് വള്ളത്തിൻ്റെയാണ്. ഇത് നമുക്ക് ബുക്ക് ചെയ്യാനും കിട്ടും, എല്ലാം ചെയ്യാനും കിട്ടും. സോ 10 ആൾക്കാർ ഇരിക്കാൻ പറ്റണത്. ഞങ്ങൾ 7 ആൾക്കാരുണ്ടായിരുന്നു, ഞങ്ങളിത് മേടിച്ചു. സോ ഇതിപ്പോൾ ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്ര നേരം. സോ ഞങ്ങൾ ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുക.
കഴിക്കാം, നോക്കാം നമ്മൾ എന്തൊക്കെയാണ് കഴിക്കാം. IPL നടന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മോസ്റ്റ്ലി ഇങ്ങനെ കോൺസേർട്ടൊക്കെ ആയിട്ടാണ് നടക്കുക. ഇപ്പോൾ IPL ആണ് നടക്കണം. എന്താ പറഞ്ഞാൽ ഇപ്പോൾ IPL സീസണാണ്. സോ അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ക്രീൻ ഉണ്ട്, അതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ സ്റ്റാർട്ടറാണ് കഴിക്കുന്നത്. സോഫ്റ്റ് ആൻഡ് ചിക്കൻ ടെൻഡർ. ലോലിപോപ്പ് വന്നിരിക്കുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ആണോ ലോലിപോപ്പ്? ചീസൊക്കെ ഇട്ടിട്ട് അഗൈൻ സോഫ്റ്റ് ആയിട്ട്. സോ ഗൈസ് വെജ് സ്പ്രിംഗ് റോൾസ്. ഞങ്ങൾ ഗാർലിക് നാനും ഇതൊരു ചിക്കൻ കറിയാണ്. എനിക്കറിയില്ല, ഞാൻ ആക്ച്വലി മെനു വായിച്ചില്ല. സോ ഐ ഡോണ്ട് നോ, ബട്ട് ഞാൻ ടേസ്റ്റ് ഉള്ളി, then ചിക്കൻ കറി അവരുടെ ഗാർലിക് നാൻ്റെ കൂടെ വൈറ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അവിടെയും സിറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. അതാണ് കേട്ടോ ഞാൻ പറയുന്നത്. കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങൾ വണ്ടിയിലിരുന്നു. ഞങ്ങൾ ഡെസേർട്ട് കഴിക്കാൻ പോവാണ്, കുൽഫി, മുംബൈ കുൽഫി. സോ അത് കഴിഞ്ഞ ശേഷം നല്ലൊരു എക്സ്പീരിയൻസ് ആയത്. ഞങ്ങൾ ഓൾറെഡി, അവൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഓൾറെഡി ഇവിടെ വിസിറ്റ് ചെയ്ത. ഞങ്ങൾക്ക് ഇവിടെ ഫുഡ് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പിന്നെയും വന്നത്. അത്രയേ ഉള്ളൂ. നിങ്ങളും ഇവിടെയൊക്കെ മീൻസ് നമ്മുടെ ബോംബെ ഇതിൽ വരികയാണെങ്കിൽ അവിടെ ഗ്രീൻ ലീഫ് പറഞ്ഞ പല സ്ഥലങ്ങളിലുണ്ട്. അവരുടെ ഏത് ബ്രാഞ്ചസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം, എക്സ്പീരിയൻസ് ചെയ്യാം, ആംബിയൻസും ഫുഡും എല്ലാം. അത്രയേ ഉള്ളൂ. കുൽഫി കഴിക്കുന്നു. ആരെത്തിയപ്പോഴാണ് ഓർമ്മ വന്നത്, എടുത്തേ. ഞാൻ പറഞ്ഞത് മലായി കേസർ. ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. ഇനി വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കണം. വീട്ടിലെത്തിയിട്ടില്ല, ബിൽഡിംഗ് എത്തി. ബിൽഡിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞു അല്ലേ. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്. That's it. Mumbai Kuttigal signing off.